Tamim. Where we are going, bro? Kashmir. Yay! Bye bye. Diki. തുറന്നേ അതിനുള്ള ബസ് തെറ്റല്ലേ തട്ടിക്കൊണ്ടുപോകണ പോലുണ്ടല്ലേ ഒരു കൂടിൻ്റെ ഉള്ളില് കൂടിൻ്റെ ഉള്ളില് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ അടച്ചാൽ നമ്മുടെ ഏരിയ. അതെ സീൻ. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയത്. ബസ്സിനുള്ളിൽ നല്ല ചൂടായിരുന്നു. പുറത്തിറങ്ങിയപ്പോ ജാക്കറ്റ് ഇടാതെ ഇറങ്ങിയിട്ട് നല്ല മൂഞ്ചലാണ്. നല്ല തണുപ്പ്. എങ്ങനെയുണ്ടടാ? നമ്മളിത് ജസ്റ്റ് പാനിപ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയുള്ളൂ. ആകെ 2 hours. ഡൽഹിയിൽ നിന്ന് വെറും 2 hours ട്രാവൽ ചെയ്ത് പാനിപ്പട്ട് എത്തിയുള്ളൂ. അതെ, ഇപ്പൊ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. കയ്യിലതേ ഫ്രീസ് ആവുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഗ്ലൗവും ജാക്കറ്റും തെർമലൊന്നും ഇടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അമ്മാതിരി തണുപ്പാണ് വരാൻ പോകുന്നത്. അയാൾ AC ഇട്ടിട്ടല്ലേ? അറിയാണ്ട് ഇവന് AC-ന്റെ വെന്റ് ഒന്ന് ഓപ്പൺ ആക്കി പോയി. അമ്മ എന്താ തണുപ്പാണ് സീൻ. ഇതാണ് ഹീറ്റർ, മാനുവൽ ഹീറ്റർ. ഞാൻ റൂമിൽ പോയിട്ട് ഹീറ്റർ ഓൺ ആക്കിയപ്പോ തണുത്ത വെള്ളം. എന്നിട്ട് ഫുള്ള് ചൂടുള്ള അവിടെ ചാമ്പല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. നീ പോയി ജാക്കറ്റ് എടുത്തിട്ട് കിട്ടോ? ചായ അറിയില്ല, ചൂട് ചായ. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് എന്തേലും ഇന്ന് എന്തേലും വാങ്ങിച്ചിട്ട് കഴിക്കാം. ചായ ചെയ്തു. ഇതെന്താ? എന്തൊക്കെയോ നാളെ എപ്പോഴാ തിന്നാൻ പറ്റുക? ഇതല്ലേ? അതാണോ? ബസ് ചെറുതായിട്ടൊന്ന് മാറി. അതെ, ഗൈസ്, അങ്ങനെ രാവിലെ 11 മണിയായി. വി ഹാവ് റീച്ച്ഡ് ജമ്മു ആൻഡ് നമ്മൾ ഇവിടുന്ന് ശ്രീനഗർ പോകണം. അപ്പോൾ ശ്രീനഗർ പോകാൻ വേണ്ടിയിട്ട് ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 500 rupees per head എന്തോ പറഞ്ഞു. അതിൻ്റെ മുന്നേ നമുക്ക് നമ്മളുടെ സിമ്മൊന്നും വർക്കാവുന്നില്ല. നെറ്റ്വർക്ക് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് സിം എടുക്കണം. ഒരു പോസ്റ്റ് പെയ്ഡ് സിമ്മും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ശ്രീനഗറിലേക്കുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് ബസ്സോ പിടിച്ചിട്ട് പോകണം. അല്ലേ? എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ബസ് എങ്ങനെയുണ്ട്? ബസ് അടിപൊളിയല്ലേ? 1000 രൂപ കൊടുത്തതിന് വർത്താണല്ലേ? നല്ല കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റും. ജമ്മുവിൽ ഞങ്ങളിപ്പോൾ വന്നിറങ്ങിയത് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഡൽഹിയിൽ നിന്നും അതേപോലെ തന്നെ ചണ്ഡീഗഡിൽ നിന്നൊക്കെ വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ വന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഇപ്പോൾ നേരെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. ശ്രീനഗറിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടും, ഷെയർ ടാക്സിയൊക്കെ. നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ വണ്ടികളുണ്ട് ശ്രീനഗറിലോട്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് നമുക്ക് കുറച്ച് എടുക്കണം. അതുപോലെ തന്നെ സിമ്മും കാര്യങ്ങളൊന്നും വർക്കാവാത്തതുകൊണ്ട് സിമ്മും എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിൽ പോകുന്നത്. ഈ കാണുന്നതാണ് ജമ്മുവിൻ്റെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ്. സോ ഇതിനകത്ത് നിന്നാണ് ശ്രീനഗറിലേക്കുള്ള ഗവൺമെൻറ് ബസ്സസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറേ മാർക്കറ്റ്, കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബസ് സ്റ്റാൻഡും പോലെ തന്നെ വലിയ വൃത്തിയൊന്നുമില്ല. ആൻഡ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് ജമ്മു. ഒരു എന്താ പറയുക, ഒരു ആംബിയൻസ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ATM-ൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പഴയ സിസ്റ്റം ആയിരിക്കും. കണ്ടിന്യൂ എന്റെ പിന്നടിച്ചിട്ട് കണ്ടിന്യൂ ആണോ? അതെ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തൊരു പ്രശ്നം നമ്മളിവിടെ കാണുന്നുണ്ട്. പണം ഇനി പണം ഒഴുകും. ജമ്മു കാശ്മീരിൽ വന്നാൽ നമ്മുടെ പ്രീപെയ്ഡ് സിംസ് ഒന്നും വർക്കാവില്ല. ഇവിടെ വന്നിട്ട് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എയർടെലിൻ്റെ ഒരു കണക്ഷൻ എടുത്തു. 350 rupees ആണ്. 1 month വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് തന്നെ അത് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് ഇതാക്കുന്നത്. സിമ്മും
ക്യാഷ് ഒക്കെ എടുത്ത് സെറ്റായി. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ ശ്രീനഗർ പോകുന്നതായിരിക്കും. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രഞ്ച് പോലെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റഫ് ചെയ്ത ആലു പരോട്ട പോലത്തെ ഒരു സംഭവം, പിന്നെ ദാലും അങ്ങനത്തെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. അങ്ങനെ അതും ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. ഈ ഒരു സമയത്ത് ബസ്സസ് ഒന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഷെയർ ടാക്സികളും അതുപോലെ തന്നെ ട്രാവലേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ ഒരുപാട് ഏജന്റുമാരെ അപ്രോച്ച് ചെയ്യും നമ്മളെ ഷെയർ ടാക്സിയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് കയറാനായിട്ട് പറ്റുന്നതാണ്. ഭ്രാന്താവുന്നു സത്യം പറഞ്ഞല്ലേ, ഭ്രാന്താവുന്നു ഈ ടാക്സിക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല. സോ നമ്മൾ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് ഈ വണ്ടിയിലാണ് പോകുന്നത്. 400 rupees പെർ ഹെഡ്. നനച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ അതെ അത്രേ ഉള്ളൂ. ജമ്മുന്ന് ശ്രീനഗറിലോട്ട് ഏർലി മോർണിംഗും പിന്നെ അതുപോലെ തന്നെ ഈവനിങ്ങും മാത്രമേ ബസ്സസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബസ്സിന്റെ റേറ്റ് ഏകദേശം 350 rupees ആണ് വരുന്നത് പെർ ഹെഡ്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രാവലേഴ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സി എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ബസ് റീച്ച് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു 1 hour ഡിലേ വരും. കാര്യം വലിയ വണ്ടി എത്തുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു വണ്ടികളിൽ പോയി കഴിഞ്ഞാൽ എത്താൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രാവലറിലെ സീറ്റ്സ് എല്ലാം തന്നെ ഫില്ലായിട്ടുണ്ട്. ആൻഡ് ഡ്രൈവർ ബൽബീർ സിംഗും കയറി. വി സ്റ്റാർട്ടഡ് അവർ ജേർണി ടുവേർഡ്സ് ശ്രീനഗർ. ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അതർ സ്റ്റേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ റേറ്റ്സ് വളരെ കുറവാണ് ജമ്മുവിലേത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 243 കിലോമീറ്റേഴ്സ് ആണ്. 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെയാണ് ട്രാവൽ ടൈം. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ ഇന്ത്യസ് ലോങ്ങസ്റ്റ് ഹൈവേ NH44 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം കാരണം പിള്ളേരെല്ലാം നല്ല ഉറക്കത്തിലാണ്. പോകുന്ന വഴിയിൽ NH44 സൈഡിൽ തന്നെയുള്ള മഹാകാളി മന്ദിറിൽ ബൽവീർ സിംഗ് വണ്ടി നിർത്തി. ശ്രീനഗറിൽ സേഫായിട്ട് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഓൺ ദ വേയിൽ ഒരുപാട് ആർമി വെഹിക്കിൾസും അതുപോലെ തന്നെ പിക്കറ്റ് ഡ്യൂട്ടിയിലുള്ള ഒരുപാട് സോൾജിയേഴ്സിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ എൻ്റർ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായിട്ടുള്ള ചെനാനി ടണലിലേക്കാണ്. 9.2 കിലോമീറ്റേഴ്സ് ആണ് ഈ ടണലിൻ്റെ ദൂരം. ഈ ഒരു ടണലിൻ്റെ വരവോട് കൂടിയാണ് ജമ്മുന്ന് ശ്രീനഗറിലേക്ക് എത്താനുള്ള ട്രാവൽ ടൈം ഏകദേശം 4 to 5 മണിക്കൂർ റെഡ്യൂസ് ആയത്. ഇതുപോലത്തെ 5 മേജർ ടണൽസ് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ശ്രീനഗർ എത്താൻ വേണ്ടി. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ലൈൻ മാത്രമേ ഹൈവേയുടെ പണി പൂർത്തിയായിട്ടുള്ളൂ. മറ്റൊരു ലൈനിൻ്റെ പണി പാരലലി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയാണ് ഈ യാത്രയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലൈറ്റ് മൊമെന്റ് വരാൻ പോകുന്നത്. ഹിമാചൽ പ്രദേശിലെ ബറാലച്ച ലേ പാസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ചെനാബ് നദി. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പാലം കടന്ന് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഈ ഒരു റിവറിന്റെ സൈഡിലൂടെയാണ് കുറച്ചു നേരത്തേക്ക് NH44 പോയിക്കൊണ്ടിരുന്നത്. ഉയരം കൂടുന്തോറും നദിയുടെ മൊഞ്ച് കൂടി വന്നു. ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിലാണ് ചെനാബ് റിവറിലെ വെള്ളം. ഈ വെള്ളം ഇങ്ങനെ കല്ലുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടിത്തടഞ്ഞിങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ണെടുക്കാണ്ട് നമ്മൾ നോക്കി നിൽക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണത്. കാര്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ആണെങ്കിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡാണിത്. നമ്മൾ റൈഡൊക്കെ വരുന്നുണ്ടെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സൂക്ഷിച്ച് വേണം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഈ വഴികളിൽ രാത്രി ഡ്രൈവിംഗ് ഒട്ടും സേഫ് അല്ല. സമയം ഏകദേശം ഒരു 7-7:30 ആയപ്പോഴത്തേക്കും നല്ലോണം ഇരുട്ട് കയറി വന്നു. അങ്ങനെ മൗണ്ടെയ്ൻസിൻ്റെ അവിടെയൊക്കെയുള്ള ഗ്രാമങ്ങളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്.
രാത്രി ബോർഡർ കടന്നെത്തിയോണ്ടാണെന്ന് തോന്നുന്നു 2 തവണ ഞങ്ങളുടെ ആർമി ഓഫീസേഴ്സ് തടഞ്ഞു നിർത്തി ഞങ്ങളുടെ ഒറിജിനൽ പ്രൂഫും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് മുമ്പോട്ടേക്ക് കടത്തി വിട്ടത്. അപ്പോൾ നിങ്ങൾ കാശ്മീരോ അല്ലെങ്കിൽ ഏതൊരു ട്രിപ്പ് പോകുമ്പോഴും നമ്മുടെ ഒറിജിനൽ പ്രൂഫും കാര്യങ്ങളൊക്കെ കൈ കരുതുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഏകദേശം ശ്രീനഗർ എത്താറായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടുള്ള നമ്മുടെ ബാനിഹാൾ ടണലാണ് ഈ കാണുന്നത്. ഏകദേശം 8.5 കിലോമീറ്റർ ആണ് ഈ ഒരു ടണലിൻ്റെ ദൂരം. ഡിന്നർ കഴിക്കാൻ ഇവിടെ ഓൺ ദ വേയിൽ നിർത്തി ദാലും റൊട്ടിയും. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ദാലിനെല്ലാം എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നല്ലേ? വീട്ടിലും ഫുഡൊന്നും അറിയി ദാല് കണ്ടത് എൻ്റെ ദാൽ ഫ്രൈയിൽ കഴിഞ്ഞ്. എങ്ങനെയുണ്ട് തീരെ ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ വിചാരിച്ചു നോൺ വെജ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റൂലെന്ന്. ഇതെന്ത് ദാലൊക്കെ അടിപൊളി, കിടിലം പോലത്തെ ടേസ്റ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ ശ്രീനഗർ ഇതേ എത്തിയേക്കാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, നെക്സ്റ്റ് ലെവൽ തണുപ്പ്. നമുക്ക് റൂം 400 റുപ്പീസിന് റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് പോവാണ്. വിൽ സീ. നല്ല തണുപ്പുണ്ട്. ഊതിയ ഏതാണോ തീവ്രവാദികള്? വെറുതെ അല്ല ആർമിക്കാർ നിങ്ങളെ നിർത്തിയത് ഈ കോലം കണ്ടിട്ട്. നമ്മൾ വിചാരിക്കുന്ന നോക്കട്ടോ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. കാശ്മീർ ഇസ് ലൈക്ക് വെരി ഡെവലപ്പ്, വേറെ നെക്സ്റ്റ് ലെവല്. നെക്സ്റ്റ് ലെവല് ഡെവലപ്മെന്റ് കണ്ടില്ലേ? റോഡ്സ് ഒക്കെ നൈസല്ലേ? ആണ് നമ്മളെടുത്ത റൂം. എത്രയാടാ? 1600 അല്ലേ? അതെ, 400 പെർ ഹെഡ്. ഹീറ്ററൊക്കെ ഉണ്ട്. ഇതെന്താ ചൂടാവാത്തേ? ഇവിടെ തെർമൽ ഇട്ടിട്ടുണ്ട്. തെർമൽ എന്താ ഇത് സീന്? സ്പൈഡർമാൻ ഇത് കേറുന്നില്ലേ? തെർമൽ ഓനെ ഗ്ലൗ നോക്കണത് എന്താ? ധോണിയാ കീപ്പറ. വിഷയം എന്താ അവിടെ? പീഡനം. അടെ നോക്കട്ടെ, നീ എന്താ ഇടുന്ന അരക്ക് കീഴ്പ്പെട്ടേക്ക് പെണ്ണ്? നീ എന്താ അരക്ക് കീഴ്പ്പെട്ടേക്ക് പെണ്ണാ? തണുത്തിട്ട് ഗ്ലൗസ് ഊരാൻ കഴിയായിട്ട് വേറെത്തിനെ കൊണ്ട് കുപ്പായിടിപ്പിക്കുന്നുണ്ടോ? എടാ ഒന്ന് ഊതിയെ, പുക പറക്കുന്നുണ്ടോ? ഒന്ന് ഊതിയെ. ഇത്രയും തണുപ്പാ സീന്. റൂമിന്റെ ഉള്ളിൽ ഇജ്ജായി തണുപ്പ്. -8 ഡിഗ്രി. അതെ, 30. ഗൈസ്, അപ്പൊ നല്ല സമയത്താണ് നമ്മൾ വന്നത്. ആഫ്റ്റർ 30 years കാശ്മീരിൽ ഇപ്പൊ ഉള്ളത് -8 ഡിഗ്രി. അതായത് 30 വർഷത്തിന് ശേഷമാണ്. ഇതിന് മുന്നേ പറഞ്ഞാൽ 30 വർഷത്തിന് മുന്നേ പറഞ്ഞാൽ 100 വർഷം മുന്നെയാണ് ഇത്ര ആയിട്ടുള്ളൂ. അത്രയും തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പ് സീനാണ്. ചോന്ന കളറ് ചോര രുചി കിട്ടി. ഇവനാണ് ഇവൻ മറ്റേ നിഞ്ചല്ലേ? നിഞ്ച ഫൈറ്റില് ഇത് എന്താണ് നടക്കുന്നേ? ഷോക്ക് അടിച്ച പോലെ നോക്കടാ. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നമ്മൾ നാളെ മുതൽ നമ്മൾ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതും, അതെ, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതും, അതുപോലെ തന്നെ ജമ്മുന്ന് ഇങ്ങോട്ടേക്ക് ശ്രീനഗറേക്ക് വന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.